ഫെബ്രുവരി 21 ശനിയാഴ്ച. ലൂക്ക 5:27 മുതൽ 32 വരെ വാക്യങ്ങൾ. ഒരിക്കൽ ഒരു സാധാരണ സ്ത്രീ താൻ മോഹപാപം ചെയ്തതായി ഏറ്റുപറഞ്ഞു. അതായത് കണ്ണാടിയിൽ അവൾ പലപ്പോഴും നോക്കി അവളുടെ സൗന്ദര്യത്തെ പ്രശംസിക്കുന്നു. അപ്പോൾ അവളുടെ കുമ്പസാരം കേട്ട ആ വൈദികൻ പറഞ്ഞു, മോളെ, അത് പാപമല്ല, അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ തന്നെ അനുഗമിക്കാൻ തയ്യാറുള്ള എല്ലാവർക്കും വേണ്ടിയുള്ള വീണ്ടെടുപ്പിൻ്റെയും പരിവർത്തനത്തിൻ്റെയും സന്ദേശം എടുത്തു കാണിച്ചുകൊണ്ട് യേശു പാപികളിലേക്ക് വരുന്നു. ഗലീലി കടലിന്റെ തീരത്തുകൂടി നടക്കുമ്പോൾ മത്തായി എന്നറിയപ്പെടുന്ന ലേവി എന്ന നികുതി പിരിവുകാരനെ യേശു കാണുന്നു. റോമൻകാരുമായി സഹകരിച്ചവരായി കാണപ്പെട്ടതിനാലും അവരുടെ അഴിമതിക്ക് പേരുകെട്ടവരായതിനാലും യഹൂദ സമൂഹത്തിൽ നികുതി പിരിവുകാർ പലപ്പോഴും നിന്ദിക്കപ്പെട്ടിരുന്നു. യേശു ലേവിയെ സമീപിച്ച് എന്നെ അനുഗമിക്കുക എന്ന് പറയുന്നു. ഉടനെ തന്നെ ലേവി എഴുന്നേറ്റ് വിശ്വാസത്തിന്റെ അനുസരണത്തിന്റെയും ശ്രദ്ധേയമായ പ്രകടനം നടത്തുന്നു. അവൻ എല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിക്കുന്നു. യേശുവിനെ അനുഗമിക്കാൻ തൻ്റെ തൊഴിലും ഉപജീവന മാർഗം ഉപേക്ഷിച്ചു പോകുന്ന ഈ പ്രവൃത്തി ലേവിയുടെ വിശ്വാസത്തോടുള്ള പ്രതിബദ്ധതയുടെ ശക്തമായ പ്രകടനമാണ്. സമൂഹം പുറത്താക്കപ്പെട്ടവരോ പാപികളോ ആയി കരുതുന്നവരെ യേശു തൻ്റെ ആന്തരിക വലയത്തിൻ്റെ ഭാഗമാക്കുന്നത് അവിശ്വസനീയം തന്നെ. ദൈവത്തിൻ്റെ സ്നേഹത്തിന് അതിരുകളില്ലെന്നും ആരും മോചനത്തിനപ്പുറമല്ലെന്നുമുള്ള സന്ദേശത്തെ ഈ വാക്യം ശക്തിപ്പെടുത്തുന്നു. സ്വന്തം ജനത്തിൻ്റെ വഞ്ചകനായി കണക്കാക്കപ്പെട്ടിരുന്നതും നിന്ദിക്കപ്പെട്ടതുമായ ഒരു നികുതി പിരിവുകാരനായ ലേവിയെ സമീപിച്ചുകൊണ്ട് ഏറ്റവും സാധ്യതയില്ലാത്ത വ്യക്തികളോട് പോലും ക്ഷമിക്കാനുള്ള തൻ്റെ അനുകമ്പയും സന്നദ്ധതയും യേശു പ്രകടമാക്കുന്നു. ഈ സുവിശേഷ ഭാഗം നമ്മുടെ പക്ഷപാതങ്ങളെയും മുൻവിധികളെയും കുറിച്ച് ചിന്തിക്കാൻ വെല്ലുവിളിക്കുന്നു. ലേവിയോട് യേശു ചെയ്തതുപോലെ ഒരാളുടെ ഭൂതകാലത്തിനോ തൊഴിലിനോ അപ്പുറം കാണാനും സ്നേഹത്തോടും സ്വീകാര്യതയോടും കൂടെ എത്തിച്ചേരാനും നാം തയ്യാറാണോ? ദൈവകൃപയ്ക്ക് മുമ്പിൽ ആരും വളരെ അകലെ അല്ലെന്നും യഥാർത്ഥ മാനസാന്തരവും പരിവർത്തനവും എല്ലായ്പ്പോഴും സാധ്യമാണെന്നും ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹവും ക്ഷമയും അനുഭവിക്കാനുള്ള അവസരം എല്ലാവർക്കും അർഹമാണെന്ന് അറിഞ്ഞുകൊണ്ട് ദയയോടും അനുകമ്പയോടും കൂടി മറ്റുള്ളവരെ സമീപിക്കാൻ ഈ സുവിശേഷ ഭാഗം നമുക്ക് പ്രചോദനം നൽകുന്നു. പ്രിയപ്പെട്ടവരെ, ലേവിയുടെ വിളിയുടെ വിവരണം ദൈവത്തിൻ്റെ അതിരുകളില്ലാത്ത കൃപയെയും കരുണയെയും കാണിക്കുന്നു. പാർശ്വവൽക്കപ്പെട്ടവരിലേക്കും അവഗണിക്കപ്പെട്ടവരിലേക്കും എത്തിപ്പെടുന്നതിലൂടെ സ്നേഹത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ സന്ദേശം ഉൾക്കൊള്ളുന്നതിലൂടെ യേശുവിനെ അനുകരിക്കാൻ ഇത് നമ്മെ വെല്ലുവിളിക്കുന്നു. ആത്യന്തികമായി എല്ലാവർക്കും രോഗശാന്തിയും പുനഃസ്ഥാപനവും ആവശ്യമാണെന്നും എന്നെ അനുഗമിക്കുക എന്ന യേശുവിൻ്റെ ക്ഷണം എല്ലാവരിലേക്കും വ്യാപിക്കുന്നുവെന്നും അവൻ്റെ കാരുണ്യത്തിൻ്റെയും ക്ഷമയുടെയും കാൽപ്പാടുകളിൽ നടക്കാൻ നമ്മെ ആഹ്വാനം ചെയ്യുന്നുവെന്നും ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR ഫ്രം കേരള.